ഇറ്റ്സ് ലവ് റൈസ് അപ്പ് ദൽ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സംസാരിക്കാൻ പോകുന്ന ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലൻറ്റിനെ കുറിച്ചാണ്. ജീവിതത്തിൽ വലിയ സക്സസ് ആയിട്ടുള്ളവർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ഒരുപാട് പരാജയങ്ങളിൽ നിന്നാണ് അവരുടെ ലൈഫിൽ വലിയ സക്സസ് നേടിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു യൂട്യൂബർ ആയിക്കോട്ടെ, ഒരു വലിയ സക്സസ് ആയിട്ടൊരു യൂട്യൂബർ എന്ന് പറഞ്ഞാൽ മിനിമം 5 വർഷം കൊണ്ടാണ് അവർ ആ ഒരു ലെവലിലേക്ക് എത്തുന്നത്. അതുപോലെ പല രീതിയിലുള്ള ബോഡി ബിൽഡേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും വലിയ സക്സസ്സിൽ എത്തിയവരുടെ ജീവിതം പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് സ്ട്രഗിളിങ് ടൈമിലൂടെ കടന്നു പോയിട്ടുണ്ട്. മോശം അവസ്ഥയിലൂടെ കടന്നു പോയിട്ടാണ് അവർ ലോകത്തിലെ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളായത്. പലരും അവരുടെ ഇന്നലകളെക്കുറിച്ച് അറിയുന്നില്ല. അവർ ആ ഒരു സക്സസ് ആവുന്ന നിമിഷം മാത്രമാണ് പലരും അറിയുന്നത്. ഇപ്പോൾ നമ്മൾ ലോക നിർമ്മിതികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വർഷങ്ങളോളം ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലമാണ് ലോകത്തെ വലിയ നിർമ്മിതികൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊരു ബാസ്കറ്റ്ബോൾ പ്ലെയറിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കാം. 9000 ഷോട്ട് മിസ് ചെയ്ത ഒരു ഫേമസ് ബാസ്കറ്റ്ബോൾ പ്ലെയറുണ്ട്, മൈക്കിൾ ജോർദാൻ. ആ മൈക്കിൾ ജോർദാന് ലോകത്തെ ഏറ്റവും നമ്പർ 1 ബാസ്കറ്റ്ബോൾ പ്ലെയറാണ്. ആ 9000 മിസ്സിങ്ങിലൂടെയാണ് അയാൾ അത്രയും വലിയൊരു പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയായി മാറിയത്. പലപ്പോഴും ഹാർഡ് വർക്ക് വെറുതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും അങ്ങനെ റിസൾട്ട് കിട്ടില്ല. അതിനോടൊപ്പം നമ്മൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നല്ല നോളജുള്ള വ്യക്തികളായിരിക്കണം. ഏത് മേഖല എടുത്താലും, യൂട്യൂബ് ആണെങ്കിലൂടെ, ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും ആ ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഹാർഡ് വർക്കിനോടൊപ്പം നോളജും ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും പ്രാക്ടീസ് കൊണ്ടാണ് പലരും ലോകത്തെ വലിയ സൃഷ്ടികളും നിർമ്മാണ പ്രവർത്തനങ്ങളും അതുപോലെ ഏത് മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാലും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ളത്. അല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്കൊന്നും നേടിയെടുക്കാൻ കഴിയില്ല. പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാൻ പറ്റുമായിരിക്കും, ചില കാര്യങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ശാശ്വതമായിട്ട് നമുക്ക് റിസൾട്ട് നൽകില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എന്നാൽ അതൊന്നും ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ നമുക്കതൊരിക്കലും സക്സസ് കൊണ്ടില്ല. സക്സസ് എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് പലപ്പോഴും പല ആൾക്കാരും ഫെയിലിയേഴ്സ് വരുന്നതുകൊണ്ട് പലതിൽ നിന്ന് പിന്മാറും. ചിലപ്പോൾ ചിലർ പഠിക്കൽ വെച്ച് അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊന്നും ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല. ലോകത്ത് കഠിനാധ്വാനം ചെയ്ത് അതിനുവേണ്ടി കാത്തിരിക്കുന്നവർക്ക് മാത്രമാണ് ആ ഒരു റിസൾട്ടിലോട്ട് എത്താൻ പറ്റുള്ളൂ. പ്രകൃതിയിലോട്ട് നമുക്ക് എടുത്തു നോക്കാം. ഒരു ബാംബു ട്രീ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 5 വർഷം അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. പിന്നെ 5 വർഷം കഴിഞ്ഞിട്ടാണ്, 5-6 മാസം കഴിയുമ്പോഴാണ് ആ ബാംബു ട്രീ 100 അടി 200 അടി പൊക്കത്തിൽ അത് വളരുന്നത്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വേരുകൾക്ക് ശക്തി പ്രാപിക്കുമായിരുന്നു ഈ 5 വർഷം. ആ വേരുകളിലോട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ സ്റ്റോറേജ് ചെയ്യുന്നത്. ശക്തമായൊരു അടിത്തറ ബിൽഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് വലിയൊരു വിജയം നേടാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.